Sir, 0 to 100 in just 5.6 seconds with a top speed of 250 kilometers per hour. The power is 345 bhp, sir. All disc brakes set up with ABS, EBD, brake assistance and ESP. Oh. In safety, it has 12 airbags with crumble zone and a massager function, a mini fridge Oh. and night vision assistance, solar sunroof, Wow. and have n number of features. അപ്പോ AC இல்லையா? Excuse me, sir? இல்ல AC அது கம்பெனி கொடுப்பாங்களா இல்ல நம்ம துட்டு கொடுத்து வெளில இருந்து வேற வாங்கி வைக்கணுமா? Sir, இதெல்லாம் international standard car, sir. Oh. It will come with AC, having international standard. ஓ. AC இருக்குமான்னு கேக்குறது டயர் இருக்குமான்னு கேட்கற மாதிரி, sir. Yeah. But this color will not like my wife, okay? We have options for color, sir. Come, sir, I'll show you. அப்படினா I should have been finalized tomorrow. Come with my wife, okay? Okay. வரட்டுமா? Sir, your visiting card, please. Oh, Oh, da. Okay. thank you, sir. Ranjit VB Janagi Tailors. India is developing. One 221-784336. KS 10892. എട്ടാം സമ്മാനെങ്കിലും ഉണ്ടോ നോക്കാം. 8132. ടിക്കറ്റിന്റെ പൈസ പോലും ഇല്ല. ഈ കേരള സംസ്ഥാനം ഒരു കാലത്തും കൂടെ പിടിക്കില്ല. என்னண்ணே இந்த வாட்டி ലോട്ടറി അടിക്കலையா? കേരള കാരുണ്യ ബമ്പർ ഇത്. അവിടത്തെ കുറെ പാവപ്പെട്ടവർക്ക് ഒരു സഹായമാവണേ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചെടുത്തതാ. അതും ലോട്ടറി ടിക്കറ്റ് നിരോധിച്ചിട്ടില്ല ഈ തമിഴ്നാട്ടിലെ ബ്ലാക്കിൽ എടുത്ത ടിക്കറ്റാ. அப்படியா? உனக்கு ஒரு விஷயம் தெரியுமா முத்து? என்னண்ணே? இந்த பம்பரை விட ஜாஸ்தி பணம் சம்பாதிக்கிற பிசினஸ் ஏன்னு എനിക്കറിയാം. அப்ப ஏன் அந்த பிசினஸ் செய்யல? அது பண்றதுக்கு கையில பணம் இல்லையே. பணம் இருந்தா எதுக்கண்ணே பிசினஸ் செய்யணும்? அந்த பணத்தை வச்சு சாப்பிட்டு ஜாலியா செலவு செய்து விஜய் படம் பார்த்து நிம்மதியா இருக்கலாம்ல. ഫസ്റ്റ് ഓഫ് ഓൾ യു ഡോണ്ട് നോ വാട്ട് ഈസ് എക്കണോമിക്സ് തിങ്സ് ഹാപ്പനിങ്. അതുപോലെ അറിയാത്ത നിനക്കൊക്കെ ഇതൊന്നും ചൊന്നാ പുരിയാത്. അണ്ണേ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വിഷയം അണ്ണേ, ചുമ്മാ 5 വർഷം ഇടത് 5 വർഷം വലത് രണ്ടുപേരും മാറി മാറി ഭരിച്ചിട്ട് അവിടെ എന്ത് പുരോഗതി ഉണ്ടായെന്നാണ് ഈ പറയണത്? നീ ഇത് ആരുടെ കാര്യം ഈ പറയണേ? നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ കാര്യം തന്നെ. മാസത്തില് മിനിമം ഒരു ഹർത്താൽ, ഒരു ദിവസം വാഹന പണി മുടക്ക്, പവർ കെട്ട്, എൻഡോ സൾഫാൻ, ഇപ്പതാ മുല്ലപ്പെരിയാർ. അത് പിന്നെ പ്രശ്നങ്ങളില്ലാത്ത സംസ്ഥാനമുണ്ടോ? ഡൽഹിയിൽ അഴിമതി, കാശ്മീരിൽ ഭീകരവാദം, ബോംബെയിൽ അധോലോകം, ബീഹാറിൽ നക്സല്. പക്ഷെ ഇതൊന്നും ഒരു സാധാരണക്കാരന്റെ പ്രശ്നങ്ങളല്ലല്ലോ. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ എന്താ? അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം. കണ്ടു പഠിക്കട്ടെ തമിഴ്നാടിനെ. ഓവർ ബ്രിഡ്ജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓവർ ബ്രിഡ്ജ്, മെട്രോ എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും മെട്രോ, IT കോറിഡോർ, ടെക്സ്റ്റൈൽ പാർക്ക്. അതിനിടയ്ക്ക് പൂട്ടിന് തേങ്ങാപ്പീര പോലെ 2G സ്പെക്ട്രം, ഭൂമി കുംഭകോണം. ഹൈ, അതൊക്കെ ഇടയ്ക്കൊരു തമാശക്കല്ലേ. സ്വന്തം കാര്യം നോക്കുന്നതിനിടയിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ജനങ്ങളെ നല്ലോണം നോക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാ തിന്നയില്ല തീറ്റിക്കയില്ല. പണ്ടേ വണ്ടി കയറി ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് നമ്മളൊക്കെ അങ്ങോട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശരിയാട്ടോ, ജോലി അന്വേഷിച്ചു വന്ന ഞാൻ ഒന്നാന്തരം 5 സ്റ്റാർ ഹോട്ടലിന്റെ ഉടമയായി. സിനിമാ നടനാവാൻ വന്ന നീയെ ഒന്നാന്തരം തുന്നക്കാരനായി. വല്ലാത്ത രക്ഷപ്പെടലല്ലേ. അതെ, സിനിമയില് ഞാൻ ഈ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ഒന്ന് പച്ച പിടിച്ച് വന്നപ്പോഴല്ലേ ആ 2 അണ്ണന്മാരും കൂടി മലയാള സിനിമ മൊത്തം ഇവിടുന്ന് പറിച്ചെടുത്തോണ്ട് നാട്ടിലേക്ക് പോയത്. ഒരാള് കൊച്ചിക്കാരനായതുകൊണ്ട് പാതി ഷൂട്ടിംഗ് കൊച്ചിയിൽ, മറ്റേ അണ്ണൻ തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട് ബാക്കി പകുതി അവിടെ. അതെ, നസീർ സാറ് പോയതോടെ എന്റെ 2 ചിറകരിഞ്ഞ പോലെ ആയി. ഏതായാലും അത് മലയാളികളുടെ ഭാഗ്യം. അത് അല്ലെങ്കിൽ നീയൊക്കെ നായകനായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയ മലയാളികള് സിനിമ കാണലെന്നെ നിർത്തിയനെ. അതെ,
കടുപ്പത്തിലൊരു ചായ. പക്ഷെ ആ മലയാള സിനിമ തന്നെ എന്നെ പൊന്നാടയണിച്ച് സ്വീകരിക്കുന്ന ഒരു കാലം വരും. അമ്പത്തൂർ ഇൻഡസ്ട്രിയൽ പാർക്കിലെ എന്റെ പേരിൽ തുടങ്ങാൻ പോകുന്ന റെഡിമെയ്ഡ് കമ്പനിയുടെ സ്ഥലം സാങ്ഷനായി കഴിഞ്ഞു. അല്ല, ഈ തുണിയും സിനിമയും തമ്മിൽ എന്താണ് ബന്ധം? ഭാസ്കരൻ അറിയോ, ഇന്നത്തെ പല വൻ വ്യവസായികളും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ കൂടിയാ പടിപടിയായിട്ട് കയറി വന്നിട്ടുള്ളത്. അതേപോലെ ഞാനിപ്പോ തുടങ്ങാൻ പോകുന്ന റെഡിമെയ്ഡ് കമ്പനി പടിപടിയായിട്ട് ഉയർന്ന് ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് കമ്പനിയായിട്ട് മാറി അതിന് കുറെ CR ഉണ്ടാക്കി എന്റെ മോളെ നായികയ്ക്ക് ഞാനൊരു പടം പിടിക്കും. പിന്നെ അവാർഡ്, പത്മശ്രീ, സ്വീകരണം, പൊന്നാട. അല്ല, അതിന് നിന്റെ മോൾക്ക് 5 വയസ്സല്ലേ ഉള്ളൂ കുട്ടാ? മതിയല്ലോ. എന്റെ ഭാസ്കരേട്ട സിനിമയുടെ കാര്യല്ലേ അത്. പിന്നെ ഞാൻ പണം ഉണ്ടാക്കി വരുമ്പോഴേക്കും എന്റെ മോൾക്കൊരു 14 വയസ്സായിട്ടുണ്ടാവും. ഹീറോയിനാക്കാൻ പറ്റിയ പ്രായ. മാത്രമല്ല ഇപ്പോഴുള്ള സൂപ്പർ സ്റ്റാർസിന് ആ പ്രായത്തിലുള്ള ഹീറോയിൻസിനോട് കൂടുതൽ താല്പര്യം. നിന്റെ പ്ലാനൊക്കെ കൊള്ളാം. പക്ഷെ നീ സിനിമ പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിന്റെ തയ്യൽ മെഷീൻ സൂക്ഷിച്ചു വെച്ചോട്ടോ. കുത്തുവാള എടുക്കുന്നതിന് പകരം തുന്നൽ സൂചി എടുത്താലും മതിയല്ലോ. മലയാളിയാ? അതെ. അഭിനയിക്കാൻ ചാൻസ് അന്വേഷിച്ച് വന്നായിരിക്കും. അല്ല, ഈ മ്യൂസിക് ഡയറക്ഷന് വേണ്ടി. അത് കുറച്ചുകൂടി കേമാ. അതെ, ഇവിടെ റൂമോ ഫ്ലാറ്റോ വല്ലതും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ശരിയായി തരാം. തത്കാലം അസിസ്റ്റന്റ് ഡയറക്ടർ അൻവന്റെ റൂമിലാണ് താമസിക്കുന്നത്. പൈസ ശരിയായി വരുമ്പോ ഞാൻ പറയാം. ഓ രഞ്ജന, കടയ്ക്ക് കസ്റ്റമർ വന്നിരിക്കാറ്. ഓ വந்தாச்சு. ഭാസ്കരേട്ടാ, കുറച്ച് കഴിയുമ്പോൾ ഞാനൊന്ന് പുറത്തു പോവേ. ആ ഗാർമെന്റ് ഫാക്ടറിയുടെ കാര്യത്തിന് വേണ്ടി കുറെ ഓഫീസിൽ കയറി ഇറങ്ങാനുണ്ട്. ആരെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ എന്റെ മൊബൈലിൽ വിളിക്കാൻ പറഞ്ഞാൽ മതി. എടാ, റിസ്ക് എടുക്കുന്നവനെ ജീവിതത്തിൽ രക്ഷപ്പെടൂ. എല്ലാം ശരിയാവും. ചെല്ലേ. നാവ് പൊന്നായിരിക്കട്ടെ. அம்மா, கல்யாணத்துக்கு போடுறதுக்குன்னு சொல்றீங்க. இனிமே இது லூஸ் பண்ணி ஆல்டர் பண்ணி இதெல்லாம் பண்றதை வரைக்கும் புதுசா ஒன்று தைக்க வேண்டியதானே? நீங்க சொல்றது சரிதான். ஆனா என்னோட ஹஸ்பண்டுக்கு பிசினஸ் லாஸ் ஆகி வேலை தேடி பாம்பே போயிருக்காரு. பணத்துக்கு ரொம்ப டைட். பணத்துக்கு டைட் வரும்போது பிளவுஸ் லூஸா தாகணும். அல்லாம டைட்டா ஆகக்கூடாது. சரி சரி, அப்புறமா சரி பண்ணி வைக்கிறேன், போயிட்டு வாங்க. அப்போ அளவு எடுக்க வேண்டாமா? നിന്റെ അളവൊക്കെ എനിക്ക് അറിയാം. ചെല്ല് ചെല്ല്. അല്ലല്ലേ, ഉന്നോட அளவெல்லாம் எனக்கு கரெக்டா தெரியும் சொல்றேன். போயிட்டு அப்புறமா வாங்க. அப்போ நாளைக்கு வரட்டா? நாளைக்கு வாங்க. வரேன். டாடி மம்மி வீட்டுல தடபோட யாரும் இல்ல. அண்ணே, இந்த சுமித்ரா புருஷன் செக் கேஸ்ல மாட்டிட்டு ஜெயில இருக்காரு. ஆமா, 6-7 லட்சம் இல்லாம வெளியே இறங்க முடியாது. அப்படியா? ஆமா. இதுதான் அந்த ஆளு பாம்பேல இருக்கான்னு சொன்ன கதை. பாம்பேல? பாவி. என்னாச்சுடா? அங்க ஏதோ பிரச்சனை இருக்கு, போய் பார்க்கலாம் வாங்க. Who the hell do you think you are? Are you blind? Can't you see a car on the road? Don't ever think that you can blame me for this. You are a mad girl. Who let you out of your house? I am asking you, who let you out of your house? Answer to my question. I know what to do. I know what to do. Move. Hey man! Eh? This is India. Pedestrians get the first priority on streets. Give respect and take respect. This is Chennai machi. அது வந்து தம்பி, தப்பென் மேலே இல்லே. நான் மெதுவா தான் கார் ஓட்டு வந்தேன். சத்தியமா நான் சொல்றது பொய்யல்லே. அண்ணே அண்ணே, கொஞ்சம் சும்மா இருங்க. சும்மா இருங்க பேசிட்டு. 2000 ரூபாய் துட்ட கொடுத்து செட்டில் பண்ணுவா. இவங்க மேலே கார் முதலே. அப்ப 50% டிஸ்கவுண்ட் பண்ணிட்டு ஒரு 1000 ரூபாயாச்சும் கொடுங்க. 1000 ரூபாயா? எந்த கர்த்தாவே. See, I am a doctor. Hospital போல. ஏய், நீங்க மலையாளியா? ஆமா ஆமா. நீங்க? ஆமா. ஹாஸ்பிடல்ல வேணாம், அங்க ஊசி போடுவாங்க. நீங்க காசு கொடுங்க, நான் மருந்து வாங்கி சாப்பிட்டுக்கிறேன். இந்த காலை வச்சுக்கிட்டு நான் எப்படி நடப்பேன்? எப்படி? அம்மா சொல்றேன். நீ பேசாம இருங்க, சொல்றேன். கேட்டு சொல்றேன்னு சொன்னேன்ல. ഒരു 500 രൂപ കൊടുത്തേക്ക് ഡോക്ടറെ. അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടുള്ള ഒരു നാടകമല്ലേ ഡോക്ടർ ഇതൊക്കെ. ഇനി ആള് കൂടി കഴിഞ്ഞാൽ റേറ്റ് കൂടും. കൊടുക്ക. 500 രൂപയുണ്ട്. என்னது 500 ரூபா? என்னம்மா அது? ஆசையா கொடுக்கறங்களே, வாங்கிக்க வேண்டியதுனே. வாங்க. என்னங்க கூட்ட சேர்ந்துங்க. போங்க. அம்மா, நீங்க மட்டும் நடிகரா இருந்தா பெஸ்ட் ஆக்ட்ரஸ் அவார்டு கிடைச்சிருக்கும். அதுதான். போங்க. எல்லாரும் போங்க. பாத்துட்டு இருக்காது. போங்க. எல்லாம் தள்ளுங்க. ஏதாவது ஒண்ணா கூட்ட சேர்ந்துறீங்களே. வேலையே கிடையாது உங்களுக்குலாம்.
சார் நீங்க டாக்டரா? ஆமா. சார் தலை இந்த மாதிரி சுத்தும் போது இந்த பக்கம் நொக்கு 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 நொக்குன்னு சத்தம் கேக்குது சார். இந்த பக்கமா? ஆமா சார். அப்ப திரும்பு. ம். எப்படி இருக்கு? நல்லா இருக்கு സാർ. ഇവിടെ എല്ലാവർക്കും ഒരു അടിയുടെ കുറവുണ്ട്. കേരളത്തിൽ മാത്രമല്ല പഞ്ചാബ്, ഗുജറാത്ത്, ഒറീസ എന്തിനേറെ ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ വരെ ഞങ്ങളുടെ കുട്ടികളുണ്ട്. ഈ കൈകളിലൂടെ കടന്നുപോയവർ ഇവിടെ ദൈവത്തിന്റെ സ്വന്തം കരങ്ങളായി മാറണം ഡോക്ടർ. പല സ്ഥലത്തും പല തരത്തിലുള്ള ചികിത്സകൾ ചെയ്തിട്ടാ ഡോക്ടറെ ഞങ്ങൾ ഇവിടെ എത്തിയത്. ഫൈനലി യു ഹാവ് റീച്ച്ഡ് ദ റൈറ്റ് ഹാൻഡ്സ്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് അല്പ പണച്ചെലവും സമയവും വേണ്ടിവരുന്ന ഒരു പ്രക്രിയയാണ്. പണം ഒരു പ്രശ്നമല്ല ഡോക്ടർ, ഞങ്ങൾക്ക് ഒരു കുഞ്ഞിക്കാല് കണ്ടാൽ മതി. അതാണ് ഇവിടെ വരുന്ന എല്ലാവരുടെയും മനസ്സ്, ആ അമ്മ മനസ്സ്. ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ? ചോദിച്ചോളൂ. ഇത് വലിയ പണച്ചെലവുള്ള പരിപാടി ആയതുകൊണ്ട് ഒരു പ്രസവത്തിൽ 2 കുട്ടികളെ കിട്ടാൻ വല്ല മാർഗമുണ്ടോ? യു മീൻ ഒരു പിടിക്ക് 2 പക്ഷി? അത് തന്നെ. പറയാൻ പറ്റില്ല, അത് പക്ഷിയുടെ സമയം പോലിരിക്കും. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും, കൗണ്ടറിൽ പോയി ദാ ഈ സ്ലിപ്പ് കാണിച്ച് പണമടച്ച് രജിസ്റ്റർ ചെയ്യും. ചില ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ട്. മൈ കമിൻ ഡോക്ടർ? യെസ് രാമമൂർത്തി, അവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ അങ്ങോട്ട് വരാം. എൻ വൈഫ് പ്രഗ്നന്റ് ആയിട്ടേൻ. அப்படியா? ஆமா. കൺഗ്രാറ്റുലേഷൻസ്. சேம் டு யூ. எதுக்கு? டாக்டர் ட்ரீட்மெண்ட் கொடுத்துதானே என் வைஃப் பிரெக்னன்ட் ஆனா. ஓ அப்படி. நான் முன்னாடியே சொல்லலையே. உட்காரு. താങ്ക് യു. അത്ഭുതം തന്നെ. ട്രീറ്റ്മെന്റ് എടുത്ത് കുറച്ചു കാലമെങ്കിലും കാത്തിരുന്നാലേ റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ ഇയാളോട് പറഞ്ഞതാണ്. ഇന്നാളൊരു ദിവസം ക്ഷമ നശിച്ച് എന്നെ അടിക്കാൻ വരെ വന്നു. ഇല്ല, ഇപ്പൊ എപ്പടി ഇருக்கு? എല്ലാം ഉങ്ക കൈരാശി ഡോക്ടർ. എന്റെ കയ്യിൽ ഒന്നുമില്ല, எல்லாம் கடவுள் கிருபா. நீங்க சொன்னது கரெக்ட் டாக்டர். என் வைஃப் 3 மாசத்துக்கு முன்னாடி ஒரு சுவாமியார் மடத்துல பஜனைக்கு போனேன். இப்போ 2 மாசம் பிரெக்னன்ட் ஆக்கும். உங்க ட்ரீட்மெண்ட்டும் சுவாமியார் மடத்துல பஜனவும் சேர்ந்து குழந்தை ரெடி. அதுக்கு உங்களுக்கு தானே ப்ராப்ளம் இருந்தது, வைஃப்க்கு அல்லല്ലോ. அதுதான் நீங்க ட்ரீட்மெண்ட் பண்ணி கரெக்ட் பண்ணிட்டீங்களா? ஏன் கன்ஃபியூஷன் பண்றேன்? இந்த சாமியாரை எங்க பார்க்க முடியும்? உங்களுக்கு பஜனை இருக்கணுமா? ஏய் வேണ്ട வேണ്ട வேണ്ട, ഭജനം കിടക്കേ ഒന്നും വേണ്ട. ആദ്യം ട്രീറ്റ്മെന്റ്. നിങ്ങൾ കൗണ്ടറിൽ പോയി പൈസ അടച്ചിട്ട് വാ. ചെല്ല്, ഒരുപാട് ടെസ്റ്റുകൾ ഉള്ളതാ. ഡോക്ടർ സ്വീറ്റ്സ്. அந்த சுவாமியார் மடத்துல നമ്പർ ഡോക്ടർമാരുടെ കഞ്ഞുകൂടി മുട്ടിക്കാൻ വേണ്ടി കുറെ സാമിമാർ ഇറങ്ങിയിട്ടുണ്ട്. ഇഡിയറ്റ്സ്. இந்த தக்காளி கிலோ எவ்வளோ? தக்காளி 15 ரூபாமா. 15 ரூபாவா? ஆமா. தின்ன சமைக்கிறதே கஷ்டம். இந்த கேரட்டு? கேரட் 30 ரூபா, பீன்ஸ் 35 ரூபா, வெங்காயம் 40 ரூபா. எனக்கு கத்திரிக்காய், வெங்காயம், உருளைக்கிழங்கு, இந்த பீட்ரூட் இதெல்லாமே 1/4 கிலோ கொடு. இதுக்கு தான் இவ்வளோ பேச்சா? வேணாம் வேணாம் வேணாம், கவர் என்கிட்ட இருக்கு. கொடு. இதிலே போடு. அந்த பிளாஸ்டிக் கவருக்கு பதிலா இந்த கொத்தமல்லி, கருவேப்பிலையும் கொடு. ரொம்ப உஷார் மணி. எவ்வளவு ஆச்சு? 120 ரூபா. ஜானகி, எங்க இருந்து வர? சூப்பர் மார்க்கெட்டுக்கு ஷாப்பிங்னு போயிட்டு வரேன். பக்கத்தால செந்தில் காய்கறி கடை இருக்கே, அங்க வாங்கலாமே. விலை கொஞ்சம் அதிகமானாலும் அங்க நல்ல பொருள் கிடைக்குமே, அதுதான் முக்கியம். அப்படியா? சரி வரட்டுமா? வா. ஜானகி, கண்ணு ஜானகி. என்ன கண்ணம்மா? என்ற மகனுக்கு வீட்ல கம்ப்யூட்டர் வாங்கியிருக்கோம். ஐயா இன்டர்நெட் கனெக்ஷன் வாங்க போயிருக்காரு. வாயேன், வந்து பாரேன். ஓ வாங்கிட்டாரா? இங்க ரெஞ்சியேட்டன் லேப்டாப் வாங்கலாம்னு சொன்னாரு. நான் தான் வேணாட்டேன். இந்த கம்ப்யூட்டர், இன்டர்நெட் இதெல்லாம் ரொம்ப டேஞ்சரஸ். பசங்க கெட்டு போயிடுவாங்க. டெய்லி பத்திரிகையில அப்பப்பா என்னென்னமோ நியூஸ் வந்துட்டு இருக்கா. பொண்ணுங்க, அவ இன்டர்வியூக்கு படிக்கிறா. Up he goes to the tree top, whirly twirly, round and round. மேகாவுக்கு டான் இன்டர்நேஷனல் ஸ்கூல்ல அட்மிஷன் ட்ரை பண்ணிருக்கோம். அங்க இன்டர்வியூ ரொம்ப டஃப். டான் ஸ்கூலா? அதெல்லாம் பெரிய ஹை கிளாஸ் பிள்ளைங்க படிக்கிற ஸ்கூலாச்சே, உங்களுக்கு தாங்குமா? அதுக்கேத்த மாதிரி ரெஞ்சேட்டன் சம்பாதிப்பாரு. கூடிய சீக்கிரம் அந்த ரெடிமேட் கம்பெனி தொடங்கிடுவோம். அப்புறம் இன்னொரு வருஷத்துக்குள்ள இந்த வீட்டை காலி பண்ணிடுவோம். அடையார்ல ஒரு பிளாட் பார்க்கலான்னு சேட்டன் சொல்லியிருக்காரு. வசந்தி,
சரி கண்ணு, உள்ள கொஞ்சம் வேலை இருக்கு, நான் வாரேன். வாசந்தி இன்னும் ரெண்டு நாள் இப்பதான் லைட் ஆயிடுச்சு. இதோ வந்துட்டேன். ஏய் சீக்கிரம் வாடி. എല്ലാവരും വണ്ടിക്കരമ്മ സീക്കിരം. ഒരു എണ്ണത്തിന് കൃത്യനിഷ്ഠല്ല. ശങ്കർ സാറിന്റെ ഷൂട്ടിംഗ് ആണെന്ന് ഇങ്ങനത്തെ ഒരു 700 എണ്ണത്തിൽ ഒപ്പിക്കണം. ഒരാളെണ്ണം കുറഞ്ഞാൽ അങ്ങനെ ഷൂട്ടിംഗ് ബാക്കപ്പ് ചെയ്യും. എന്താ പപ്പേട്ടാ, നല്ല ചൂടിലാണല്ലോ. ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വേലക്കൊന്നും ഇപ്പൊ ആളെ കിട്ടാനില്ല. ജാനകി ഇടക്കൊക്കെ നിനക്കും പോന്നൂടെ ഷൂട്ടിങ്ങിന്? എന്റെ മോളിപ്പോ വലുതായില്ലേ? പപ്പേട്ടാ, പണ്ട് ചെയ്തിരുന്ന ജോലിയാണെങ്കിലും ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിക്കാൻ ചേട്ടൻ സമ്മതിക്കില്ല. പിന്നെ വല്ല മെയിൻ റോളൊക്കെ ആണെങ്കിൽ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നേരോ? അയ്യാടാ വാസന്തി. അതെ, സൂര്യയുടെ പടത്തില് ഹീറോയിൻ കൺഫേം ആയില്ല. ഒന്ന് അന്വേഷിച്ച് നോക്കിയാലോ? ഹീറോയിൻ ഒന്ന് സീക്കിരം ഓടി വണ്ടി കയറാമ്പാ. പിന്നെ എന്തൊക്കെയുണ്ട് പപ്പേട്ട? പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇത് സ്ഥിരമായിട്ടുണ്ട്. ഇതിൽ ഇടയ്ക്കൊരു വലിവോ പുതുതായിട്ട് വലിവ് വരികയാണെങ്കിൽ അറിയിക്കാം. അപ്പൊ കുറച്ച് തിരക്കുണ്ട്. പോട്ടെ. എന്താ മോളു, പഠിച്ചു കഴിഞ്ഞോ? എന്തായി, ലോട്ടറി റിസൾട്ട് നോക്കിയോ? എവിടെ, ഒന്നുമില്ല. ഇല്ലേ? എന്തായാലും ടിക്കറ്റ് കളയണ്ട. ഈ പേപ്പറിലൊക്കെ അച്ചടി പശുക വരാറുണ്ടല്ലോ. ഓ ലോട്ടറിയോ ലോണോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാ മതിയായിരുന്നു. ചുറ്റും അസൂയക്കാരാ. നമ്മൾ നന്നാവുന്നത് ആർക്കും കണ്ടുകൂടരം ചേട്ടാ. ആണോ? എങ്കിൽ നമുക്കിനി ആരും കാണാതെ നന്നാവാൻ നോക്കിയല്ലോ. കോമഡി. ചേട്ടന്റെ കോമഡിക്ക് ഇപ്പോ പണ്ടത്തെ അത്ര ഡിമാൻഡ് ഇല്ലാന്നറിയില്ലേ? ആദ്യം ആ റെഡിമെയ്ഡ് കമ്പനി ഒന്ന് വേഗം തുടങ്ങാൻ നോക്ക്. നമ്മുടെ റേഞ്ച് ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് അറിയട്ടെ. അതിന്റെ കാര്യത്തിന് വേണ്ടി തന്നെയാ ജാനു ഞാനിപ്പോ പോണത്. ആദ്യം ഇൻഡസ്ട്രീസ് ഓഫീസിലൊന്ന് പോണം. പക്ഷെ പൈസ കെട്ടാനായിട്ട് we should have been to more time for the payment. ശ്രമിച്ചു നോക്കാൻ കിട്ടാതിരിക്കില്ല. എന്തിനടിക്കണിക്കാണ്? പോട്ടെ മോളെ. സർവേ നമ്പർ 11/2172, யூனிட் நம்பர் 107. எஸ் சார். இடத்துக்கு முன்னாடி 30 அடி ரோடு, ரைட் சைடு லெஃப்ட் சைடு. ஓகே. இங்க இடம் கிடைக்கிறது ரொம்ப கஷ்டமாச்சே, எப்படிப்பா பிடிச்ச? சார், இந்த தொகுதி எம்எல்ஏயோட ஒய்ஃப் வந்து எங்கிட்ட தான் பிளவுஸ் தைக்கிறாங்க சார். அவங்க கையை பிடிச்சி காலை பிடிச்சி எப்படியோ காக்கா பிடிச்சி வாங்கிட்டேன் சார். யூனிட் அலாட் பண்ண எல்லாருமே பணம் கட்டிட்டாங்க, ஒன்னா தவிர. அட்வான்ஸ் 2 லட்சம் எப்போ கட்ட போறேன்? டியூ டேட் வேற தாண்டி போச்சு. சார் சார், எனக்கு ஒரு 2 வாரம் டைம் கொடுங்க. இன்னும் 1 வாரத்துல லோன் கிடைச்சிடும். அதை சொல்லிட்டு போலான்னு தான் வந்தேன் சார். சார் ப்ளீஸ் சார், ப்ளீஸ் ப்ளீஸ். இங்கே பாருப்பா, இந்த இடத்துக்கு ரொம்ப டிமாண்டு. நீ இல்லைன்னா இன்னொருத்தன். 2 வார டைம்ல என்னால் கொடுக்க முடியாது. சார் சார் ப்ளீஸ் ப்ளீஸ் ப்ளீஸ். சரி, உனக்காக 1 வாரம் வேணா நான் டைம் தரேன். ஓ, ஆனா அதுக்கு ஒரு முக்கியமான பேப்பர் ரெடி பண்ணணும். கொஞ்சம் ரிஸ்கான வேலை தான். பேப்பர்? இனிமே என்ன பேப்பர் சார்? எல்லா பேப்பரும் கொடுத்தாச்சு சார். அதான் ஏன் பச்சை கலர் பேப்பர், அந்த பேப்பர் தானே ரொம்ப முக்கியம். ஓ ஓ ஓ. கூடிய சீக்கிரம் பணத்தை கட்ட பாரு. இல்ல இடம் உனக்கு இல்ல, வேற யாருக்காவது போயிடும். ஐயா, ஏதாவது கொடுங்க ஐயா. பாட்டி, நான் ஆரம்பிக்க போற துணிக்கடை கம்பெனி இங்கதான் வர போறது. நல்லபடியா இருக்கணும்னு வேண்டிங்க. மகாராசனா இருக்கணும். ஐயா சார் வணக்கம். வாங்க சார். என்ன 1 மாசமா ஆளைய காணோம்? போன வாரமே வரேன்னு சொன்னீங்க, என்னாச்சு? ஒன்றும் இல்லை, அந்த லோன் வந்து இன்னும் 1 வாரத்துல தான் ரெடி ஆகும். அதுக்கப்புறம் நமக்கு மிஷினுக்கு அட்வான்ஸ் கொடுத்துடலாம். அதை சொல்லிட்டு போலான்னு தான் வந்தேன். அதெல்லாம் சரிதான் சார். டாலரோட மதிப்பு கூடிக்கிட்டே போயிட்டு இருக்கு. இப்போ ஆர்டர் கொடுத்தா தான் நீங்க இந்த ரேட்டுக்கே வாங்க முடியும். ஏன்னா மிஷின் எல்லாம் தாய்லாந்துல இருந்து வர வேண்டியிருக்கு இல்லையா? சார், இன்னும் மிஷினுக்கு விலை ஏறுதுன்னு மட்டும் சொல்லிடாதீங்க, அப்புறம் என்னால சமாளிக்கவே முடியாது. அப்போ ஒன்று பண்ணுங்க, 50% இப்பவே கொடுத்து மிஷின் எல்லாம் பிளாக் பண்ணி வச்சுக்கங்க. மீதி உங்க சௌரியப்படி எப்போ உங்களுக்கு கொடுக்கணும்னு தோணுதோ கொடுத்து வாங்கிட்டு போங்க. ஓகே, எனக்காக 1 வாரம் வெயிட் பண்ணுங்க, எல்லாத்தையுமே ஓகே பண்ணிடலாம். இதுவரை வெயிட் பண்ண, இன்னும் 1 வாரம் வெயிட் பண்ண மாட்டேனா? வாங்க வாங்க ஓகே ஓகே. சரிங்க சரிங்க சரிங்க. மேகா, அவ
അവരകത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോക്ലേറ്റ് തരും. അപ്പോൾ നോ താങ്ക്സ് എന്ന് പറയണം. അതെന്താ? വലിയ വീട്ടിലെ കുട്ടികളൊന്നും അന്യര് കൊടുക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കില്ല അത്രേ. Is it? Yeah. Wow, it's a new philosophy. Megha Ranjit, Come. Are you Malayali? Yes, sir. Basically Malayali, but settled in Chennai, sir. All right. Yeah. Your dress is very nice. What is the color? Pink. Very good. Take it. Can you sing a song? Yes, ma'am. அப்போ செமையா ஒரு பாட்டு பாடு. Daddy. Why this colabari 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 dee? Why this colabari 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 dee? Distance illa moon color white. Stop it. She is selected. But sir, Wait. അത് ഈ കുട്ടിയുടെ പാട്ട് കേട്ടിട്ടല്ല. ഈ ആപ്ലിക്കേഷനിൽ കുട്ടിയെ ആരാക്കാനാണ് താല്പര്യം എന്ന ചോദ്യത്തിന് നിങ്ങളുടെ മറുപടി എല്ലാവരും ഡോക്ടർ, എഞ്ചിനീയർ എന്ന് എഴുതിയപ്പോൾ നിങ്ങൾ കുട്ടിയെ നല്ലൊരു വ്യക്തിയാക്കണം എന്നെഴുതി. യെസ്, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ആൻസർ. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എല്ലാവരെയും ഡോക്ടറും എഞ്ചിനീയർ മക്കളല്ല, നല്ല വ്യക്തികളെ വളർത്തിയെടുക്കലാണ്. യെസ്, യു ക്യാൻ പ്രൊസീഡ് ടു ദ അഡ്മിഷൻ കൗണ്ടർ. Thank you. Thank you, ഓൾ sir. ദ ബെസ്റ്റ്. അച്ഛന്റെ മോളും കൊലവെറി കലക്കി കളഞ്ഞു. ചമത്തക്കൊടോ. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ രഞ്ജേട്ടന് ഇത്ര വിവരം ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതെ, ഈ കോസ്റ്റ്യൂം ഡിസൈനറിനകത്ത് ഒരു ബിസിനസ്സുകാരനുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ട്. പവിഴമൻ. പാട്ടിപ്പ വേണ്ട, നമുക്ക് ഫീസ് അടയ്ക്കാം. thanks. It's for Megha Ranjit. Yeah. Megha Ranjit. Yes, sir. Total fee 1 lakh. என்னது? 1 lakh. 1 லட்சமா? ஆமா. 50,000 சொல்லியாச்சு. 50,000 tuition fee. அது இல்லாம 50,000 one time registration fee வேற இருக்கு. രജിസ്ട്രേഷൻ ഫീയുടെ കാര്യം ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നില്ല അല്ല, പറഞ്ഞില്ല, சொல்லல. Don't worry. 1 week குள்ள பே பண்ணா போதும். 50 இப்ப பே பண்றீங்களா இல்ல அப்புறமா சேர்த்து கட்டுறீங்களா? ഞാനും 50,000 இப்ப எடுத்துடுங்கோ. பாக்கி பேலன்ஸ் சீக்கிரம் பே பண்ணலாம். ஓகே மேடம். ഇന്നാங்க. 1 ലക്ഷം നിറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വേറെ സ്കൂൾ നോക്കായിരുന്നു. ഈ 50,000 കൊടുക്കാൻ നീ എന്തിനാ അത്ര തിടുക്കം കാണിച്ചത്? ഇവിടെ സീറ്റ് കിട്ടാനേ ആൾക്കാർ ലക്ഷങ്ങൾ കൊടുക്കാനും തയ്യാറായിരിക്കുക. ചീഫ് മിനിസ്റ്റർ വരെ റെക്കമെൻഡേഷന്. ആ നിലയ്ക്ക് നമുക്ക് കിട്ടിയ ചാൻസ് എന്തിനാ നമ്മൾ വേണ്ടാന്ന് വെക്കണേ? ഇപ്പൊ ഈ 50,000 കൊടുത്തില്ലായിരുന്നെങ്കിൽ അവർ ഈ സീറ്റ് വേറെ ആർക്കെങ്കിലും കൊടുത്താലോ? പണം അഡ്വാൻസ് കൊടുത്ത് നമ്മൾ ഈ സീറ്റ് ബ്ലോക്ക് ചെയ്ത കാരണം ഇനി അല്പം വൈകിയാലും അവര് വെയിറ്റ് ചെയ്തോളും. പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ ബാക്കി പണത്തിന് അതിനെന്ത് ചെയ്യും? വേറെ നിവർത്തിയൊന്നുമില്ലെങ്കിൽ നമുക്ക് മോളുടെ മാലയും കമ്മലും പണയം വെക്കാം. പറ്റില്ല പറ്റില്ല പറ്റില്ല, അത് പറ്റില്ല. സ്കൂളിൽ പോകുമ്പോ കുട്ടികൾ സ്വർണ്ണം ഇടുന്നത് അപകട. ഞാൻ തരില്ല. ഒയ്യോയ്യോയ്യോയ്യോ, അച്ഛന്റെ മോള് കരയില്ലടാ. അതും ഇതും എല്ലാം കൂടെ കൂട്ടിയാലും ബാക്കിക്ക് എന്തായാലും അച്ഛൻ ഇരക്കേണ്ടി വരും. വാ മക്കള് കയറ്. മോള് വാ. கோடி தானே நான் பாத்துக்கிறேன். நோ ப்ராப்ளம். டாக்குமெண்ட்ஸா அதெல்லாம் நான் சரி பண்ணிக்கிறேன். டோன்ட் வரி. நீங்க சூட்கேஸோட வாங்க, பணத்தை வாங்கிட்டு போங்க. அப்புறம் தலைவர்கிட்ட நான் கேட்டதா சொல்லுங்க. ഓക്കെ, താങ്ക് യു. വെക്കട്ടുമാ? ആ മിസ്റ്റർ രഞ്ജിത്ത്, നിങ്ങളുടെ ലോണ് ഈ അടുത്ത കാലത്തൊന്നും പാസ്സാവില്ലേട്ടാ. പാസ്സാവില്ലേ സാർ? അമ്പത്തൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ എന്റെ റെഡിമെയ്ഡ് യൂണിറ്റിന്റെ സ്ഥലമൊക്കെ സാങ്ഷൻ ആയിരിക്കുക. അഡ്വാൻസ് കൊടുക്കാതെ ഇന്ന് നാളെ എന്ന് പറഞ്ഞ് ഇതുവരെ ഞാൻ പിടിച്ചു നിന്നു. എല്ലാം ഈ ഒരു ലോൺ പ്രതീക്ഷിച്ചിട്ടാ സാർ. ഒരാഴ്ചക്കുള്ളിൽ പണം അവിടെ കിട്ടിയില്ലെങ്കിൽ ഹെഡ് ഓഫീസിൽ നിന്ന് സാങ്ഷൻ ആവുണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പ്രൊപ്പോസൽ വൈബിൾ ആണെന്ന് ബാങ്കിന് തോന്നണ്ടേ? സാർ സാർ പ്ലീസ് എന്നെ വിശ്വസിക്കണം. ഈ യൂണിറ്റ് തുടങ്ങിയാൽ അത് സക്സസ് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സാർ. എന്റെ രഞ്ജിത്തെ, വിശ്വാസത്തിന്റെയും മനസ്സിന്റെയും പേരിൽ എനിക്ക് ലോണാ തരാൻ പറ്റുമോ? അപ്പൊ നിങ്ങളിപ്പോ ഫോണിൽ കൂടെ സംസാരിച്ചതോ? കോടികൾക്കൊന്നൊരു വിലയില്ലല്ലേ? ഇവിടെ ഒരു 10 ലക്ഷം കിട്ടാൻ 10,000 ഇടങ്ങേറുകളാ. തുന്നൽക്കട തുടങ്ങിയ നേരത്ത് പോലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ മതിയായിരുന്നു. രഞ്ജിത്തെ, നിങ്ങളിങ്ങനെ അപ്സെറ്റ് ആവാതെ ഇരിക്കൂ. പിന്നൊരു വഴിയുണ്ട്.
ഒരു മലയാളി എന്നുള്ള സ്നേഹത്തിൽ പറയാ, സ്ത്രീകളുടെ സ്വയം തൊഴിൽ പദ്ധതിക്ക് 5 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കുന്ന ഒരു സ്കീം വന്നിട്ടുണ്ടേ. നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ പുതിയ അപേക്ഷ കൊടുക്ക്. എനിക്ക് പറ്റണ രീതിയിൽ ഞാൻ സ്പീഡാക്കാം. ശരി സാർ. മുത്തു, എന്നാ നീയേ ഇതൊന്ന് വേഗം തേച്ചെടുത്തേ. സോങ് സീക്വൻസിലെ ഹീറോയിൻ ഇടാനുള്ളതാ. ഹീറോയിനുടേതാ? ആ ഡിസൈനറുടെ ചീത്തവിളി വരുന്നതിന് മുമ്പ് എനിക്ക് AVM-ൽ സാധനം എത്തിക്കണം. എന്റെ ഫോൺ എവിടെ? മുത്തു, എന്നാ എന്നോട് മൊബൈൽ എങ്കേ? മൊബൈലാ ഇങ്ക ഇല്ലേ? ഇനി ആ ഭാസ്കരേട്ടന്റെ ചായക്കടയിൽ വെച്ച് മറന്നോന്നൊരു സംശയം. പാത്തിട്ട് തങ്ക സത്തം കേக்குது. ഹലോ ഹലോ, ഇത് ഡിസൈനർ ശില്പയാണ്. അണ്ണന്റെ ഫോൺ കാണാമ പോச்சு. അത് തേടി അണ്ണൻ ടീ ഷോപ്പിക്ക് പോയിருக்கு. ഫോൺ കിടച്ചാ തിരിച്ച് അങ്ങോട്ട് വിളിക്കാൻ ചൊല്ലാം. ഫോൺ കളഞ്ഞോ? ആമാ, ഇവിടെ വെയിറ്റിംഗ്. ഓക്കെ ഓക്കെ മാഡം. அண்ணே ஏவிஎஸ் ஸ்டுடியோ டிசைனர் சில்பா கூப்பிட்டாரு. போன் கிடைச்சதுக்கு அப்புறம் திருப்பி கூப்பிடாம நான் சொல்லியிருக்கேன். ஆனா போன் எங்க போச்சு? പിന്നെ നിന്റെ കയ്യിൽ എന്താ ടൈം പീസാ? ഇല്ലാക. അയ്യോ എന്റെ ബ്ലൗസ്. സോറി അണ്ണേ. എന്നടാ ഇത്? എന്നടാ ഇത്? மன்னிச்சிடுங்க. தப்பு ஒண்ணு. நான் ரெடி பண்ணி தரேன். அண்ணா பாத்து பாத்து. ഒന്നെ ഇന്നേക്ക്. അണ്ണാ முதல்ல ഫോൺ എടുക്കണേ. ഈശ്വര, ഈ ബ്ലൗസ് കിട്ടിയിട്ട് വേണം അവിടെ ഷൂട്ടിംഗ് തുടങ്ങാൻ. വഴിയുണ്ട്. റബ്ബിഷ്, എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നേ? തന്ന ഡിസൈൻ സ്റ്റിച്ച് ചെയ്യാതെ തനിക്ക് തോന്നുന്ന പോലെയാണോ സ്റ്റിച്ച് ചെയ്യുന്നേ? അത് പിന്നെ മാഡം തന്ന ഡിസൈൻ ഒരു ഓൾഡ് ഫാഷൻ ആയിരുന്നു. ഇതൊരു പുതിയ ഫാഷനാ. ഇസ്തിരി കട്ടിംഗ് എന്ന് പറയും. ഇങ്ങനെ താൻ എന്നെ ഡിസൈനിങ് പഠിപ്പിക്കണ്ട. ദിസ് ഇസ് നോട്ട് ഹിന്ദി ഓർ തമിഴ് മൂവി. ഫാമിലി ഓഡിയൻസ് ഇരുന്ന് കാണേണ്ട സിനിമയാ. എന്തായാലും എടുക്കണത് ഐറ്റം ഡാൻസ് തന്നെയല്ലേ? ഷട്ട് അപ്പ്. ഞാൻ ഇനി ഹീറോയിനോട് എന്ത് പറയും? അത് പിന്നെ ഇത് ഇസ്തിരി കട്ടിംഗ്. Hey, what's the delay? Where's the costume? Costume. Show me. Madam, small mistake. Actually, sorry. It's really nice. Yeah. You've done a wonderful job. Thank you, ma'am. It's my latest Istri cut design. Yeah, it's Istri petty like cutting like this. Okay. Okay. Everybody go out. Oh, let's thank change. you, ma'am. Thank you. ഒന്ന് വേഗം നമുക്ക് സീക്കിരം ഷൂട്ടി തുടങ്ങിയാച്ചേ. ചെല്. അതെ, നീ ആ ഡ്രസ് ആ കാശ് കയ്യോടെ മേടിച്ചോളാം. പ്രൊഡ്യൂസർ അല്പം തരികട്ടെ. അതെ, ഞാൻ പപ്പേട്ടൊന്ന് കാണാതിരിക്കായിരുന്നു. അതുകൊണ്ടാ ബ്ലൗസ് കൊടുക്കാൻ ഞാൻ തന്നെ വന്നത്. അതെ, മോൾക്ക് ഡോൺ ഇന്റർനാഷണൽ സ്കൂൾ അഡ്മിഷൻ കിട്ടി. ഫീസ് വിചാരിച്ചാൽ അല്പം കൂടുതലായി. പപ്പേട്ടൻ ഒരു 25,000 രൂപ ഒന്ന് സഹായിക്കണം. നിനക്ക് ഈ വലിയ സ്കൂളിൽ കുട്ടികളെ ചേർക്കേണ്ട വല്ല കാര്യമുണ്ടോ? കൊക്കിലൊതുങ്ങി കൊച്ചാ പോരെ? കൊക്കിലൊതുങ്ങും പപ്പേട്ടാ. ഞാൻ ആ റെഡിമെയ്ഡ് കമ്പനി ഒന്ന് തുടങ്ങിക്കോട്ടെ, എല്ലാം ശരിയാവും. നമുക്കൊരു നല്ല സ്ത്രീ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ തുടക്കത്തിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് പോണത്? എന്റെ കാര്യം അറിയാലോ. കഴിഞ്ഞ തമിഴ് പടത്തിന് ബാലൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ജൂനിയർ ആർട്ടിസ്റ്റുകൾ തിരക്കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു വിധം ഇന്ന് നാളെ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയിരിക്കുക. അയാൾ പണം ഫുള്ളായിട്ട് തന്നാൽ ചിലപ്പോൾ എനിക്ക് എന്നെ സഹായിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷെ അത് ഉറപ്പില്ല. പപ്പേട്ട, അത് വേറെ എവിടെന്നെങ്കിലും
മിസ്റ്റർ നിങ്ങളുടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒന്നും ശരിക്കും അഭിനയിക്കുന്നില്ല. അതുകൊണ്ടല്ല മോള് ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കണേ, അല്ലെങ്കിൽ അവര് മമ്മൂട്ടോ മോഹൻലാലൊക്കെ ആയി പോണ്ടല്ലേ. നീ വാ, നമുക്ക് അകത്ത് ഷൂട്ടിംഗ് കാണാം.